മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനുമോളും ജിഷിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. കിച്ചണിലെ കാര്യങ്ങളാണ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയായിരുന്നല്ലോ, ഉച്ചയ്ക്കും ഇനി ചോറ്, രാത്രിയിലും ചോറ്. ഇങ്ങനെ 3 നേരം എന്തിനാണ് ചോറ് തരുന്നത്? രാവിലെ ഇവർക്ക് വേറെന്തെങ്കിലും വെച്ചുകൂടെ? അതായത് ആ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗോതമ്പ് ദോശ എന്തെങ്കിലും വെച്ചുകൂടെ? ഈ കിച്ചൺ ടീമിലുള്ള ആർക്കും ഒന്നും വെക്കാൻ അറിയില്ല, അരിയുടെ അളവ് പോലും അറിയില്ല. അനുമോൾ എന്നിട്ട് ജിഷിനോട് പറയുന്നത്, ചേട്ടൻ പോയൊന്ന് നോക്ക് എന്തോരം അളവിലാണ് അവർ അരി ഇട്ടിരിക്കുന്നതെന്ന്. അത് ആർക്കും തികയില്ല. കൂടാതെ ഇവർക്ക് ചോറൊന്ന് വടിക്കാൻ പോലും അറിയില്ല. ഞാൻ വടിക്കുമ്പോൾ നല്ല ചോറ് കിട്ടും, ഇവർ വടിക്കുമ്പോൾ അവസാനം വെള്ളമായിരിക്കും, കഞ്ഞി പോലെ ആയിരിക്കും കിട്ടുന്നത്. ഇന്നലെയും എനിക്ക് ചീത്ത ഫുഡാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് നമ്മുടെ ജിഷിനോട്. അനുമോൾ പിന്നെ പറയുന്നത്, ഞാൻ കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയായിരുന്നു, എന്നെ അവിടുന്ന് മാറ്റിയതല്ലേ, അവരനുഭവിക്കട്ടെ. ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ വെക്കുമായിരുന്നു എന്നറിയാമോ? ഇവിടെ എപ്പോൾ നോക്കിയാലും ഒരു പരിപ്പ് കറി അല്ലെങ്കിൽ തക്കാളി ചോറ്, ഇത് തന്നെ. ഇന്നാണെങ്കിൽ റേഷനും കൂടി വന്നു, എന്തൊക്കെ വെക്കാം. എങ്കിലും ശരി, അവരെപ്പോഴും പരിപ്പ് കറി. ഞാൻ കിച്ചണിലുള്ള സമയത്ത് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു എല്ലാവരോടും, ചോറ് വേണോ കറി വേണോ എന്ന്. എന്നാൽ ഇപ്പോഴത്തെ കിച്ചൺ ടീം ഉണ്ടാക്കുന്ന ഫുഡ് ആർക്കും തികയുന്നു പോലുമില്ല. ഞാൻ കിച്ചൺ ടീമിലുള്ള സമയത്ത് വെറൈറ്റി ഫുഡ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ നന്ദി ആർക്കുമില്ല. എന്നെ തന്നെ അവരെ കരയിപ്പിച്ചു. അപ്പോൾ അവർ അതിനനുഭവിക്കട്ടെ. ഞാനായിരുന്നെങ്കിൽ എല്ലാവർക്കും വയറ് നിറച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു. ഇപ്പം തന്നെ നോക്കിക്കേ ചേട്ടാ, ഈ ഉച്ചയ്ക്ക് എന്തിനാ പായസം ഉണ്ടാക്കുന്നത്? ഫുഡ് ഇതുവരെ തയ്യാറായിട്ടില്ല, കറികൾ പോലും വെച്ചിട്ടില്ല. ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങും. ഇവർക്കൊരു ടൈമിംഗ് ഇല്ല, ഇവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ കറക്റ്റ് ടൈമിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തേനെ എന്നൊക്കെ അനുമോള് ജിഷിനോട് പറയുകയാണ്. സത്യത്തിൽ അനുമോൾക്ക് നല്ല സങ്കടമുണ്ട് കിച്ചൺ ടീമിൽ നിന്നും മാറിയതിന്. അനുമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സെക്ഷനും കിച്ചണിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ്. ആ ഒരു സങ്കടമൊക്കെ ഇപ്പോൾ ജിഷിനോട് പറയുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.